പക്ഷേ ഈ അത്ഭുതം ഇപ്പോഴും സംഭവിക്കുന്നുണ്ട് ഭൂമിയിൽ പലയിടങ്ങളിൽ. ഒരു പ്രാവശ്യമല്ല, എല്ലാ വർഷവും. ഇത് മോശ വടിപൊക്കിയിട്ടല്ല എല്ലാ വർഷവും സംഭവിക്കുന്നത്. എൻ്റെ ചെറുപ്പത്തിൽ എന്നെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയ കഥകളിലൊന്നാണ് മോശ ഫറവോൻ്റെ കയ്യിൽ നിന്ന് ഇസ്രായേൽ മക്കളെ രക്ഷിച്ച കഥ. മോശ ഇസ്രായേൽ മക്കളെ രക്ഷിച്ച് ചെങ്കടൽ രണ്ടാക്കി അതിൻ്റെ ഇക്കരെ കടന്ന് ഫറവോൻ്റെ സൈന്യത്തെ മൊത്തം ചെങ്കടലിൽ വെച്ച് നശിപ്പിച്ച് കളഞ്ഞു. അപ്പോൾ ഞാൻ ചെറുപ്പത്തിൽ വിചാരിച്ചിട്ടുണ്ട് മോശ എങ്ങനെയായിരിക്കും ചെങ്കടൽ രണ്ടാക്കിയത്. അന്ന് എനിക്കത് ഭയങ്കര അത്ഭുതമായിരുന്നു. കാരണം നമ്മളെ പഠിപ്പിച്ചത് അതുപോലെ തന്നെ ദൈവത്തിൻ്റെ ഒരു മഹാ അത്ഭുതങ്ങളിലൊന്നാണ് അതെന്ന്. അങ്ങനെ അത് നടന്നിട്ടുണ്ടെങ്കിൽ അതൊരു അത്ഭുതമാണോ അതോ പ്രകൃതിയിലെ ഒരു പ്രതിഭാസം മാത്രമോ? എന്നാൽ ഈ അത്ഭുതം ഇന്നും ഭൂമിയിൽ നടക്കുന്നുണ്ട്. ഒരു പ്രാവശ്യമല്ല, എല്ലാ വർഷവും. അതും ഒരിടത്ത് മാത്രമല്ല, പലയിടങ്ങളിൽ. ബൈബിൾ അനുസരിച്ച് ഏകദേശം BC 1400-നും 1200-നും ഇടയിലാണ് ഇത് സംഭവിക്കുന്നത്. അന്നത്തെ ഈജിപ്തിലെ രാജാവായിരുന്ന ഫറവോ ഇസ്രായേലിലെ ആൾക്കാരെ അടിമകളെ പോലെ വെച്ചേക്കുമായിരുന്നു. ഇവരെ രക്ഷിക്കാൻ ദൈവം അയച്ച ആളാണ് മോശ, അല്ലെങ്കിൽ മൂസ നബി. മോശ ഫറവോയോട് അവരെ വിട്ടയക്കാൻ പറയുന്നു. എന്നാൽ ഫറവോ അവരെ വിട്ടയക്കുന്നില്ല. ഇതിൻ്റെ പ്രത്യാഘാതമായിട്ട് ഈജിപ്തിൽ 10 ബാധകൾ ഇറക്കുന്നതാണ് ബൈബിളിൽ പറയുന്നത്. അങ്ങനെ അവസാനം ഫറവോ ഇവരെ വിട്ടയക്കുന്നു. വിട്ടയച്ചിട്ട് ഇവർ അവിടുന്ന് യാത്ര ചെയ്യുന്ന സമയത്ത് ഫറവോൻ്റെ മനസ്സ് മാറുന്നു. ഫറവോ ഇവരെ പിടിക്കാൻ വീണ്ടും പോകുന്നു. മോശയെ സംഘവും നേരെ ചെന്ന് ചെങ്കടലിൻ്റെ മുന്നിൽ. അവർ നോക്കുമ്പോൾ അവർക്ക് വേറെ വഴിയില്ല, ഇത് കടന്ന് അപ്പുറത്ത് പോയാൽ പറ്റത്തുള്ളൂ. അപ്പം മോശ തൻ്റെ വടിയെടുത്ത് പൊക്കി ദൈവത്തോട് പ്രാർത്ഥിച്ച് ആ ചെങ്കടൽ രണ്ടാക്കി അപ്പുറം കിടക്കുന്നു. തൊട്ടുപുറകെ ഫറവോൻ്റെ സൈന്യവും. എന്നാൽ ഇസ്രായേൽ മക്കൾ അപ്പുറത്ത് കിടന്നതോടെ നദി വീണ്ടും ഒന്നാവുന്നു. അപ്പോൾ ഫറവോൻ്റെ സൈന്യവും എല്ലാം നശിച്ചു പോകുന്നു. ഇതാണ് ബൈബിളിലെ കഥ. ദൈവത്തിൻ്റെ ഒരു മഹാ അത്ഭുതമായിട്ടാണ് ഇത് ബൈബിളിൽ പറഞ്ഞേക്കുന്നത്. പക്ഷേ ഈ അത്ഭുതം ഇപ്പോഴും സംഭവിക്കുന്നുണ്ട് ഭൂമിയിൽ പലയിടങ്ങളിൽ. ഒരു പ്രാവശ്യമല്ല, എല്ലാ വർഷവും. ഇത് മോശ വടിപൊക്കിയിട്ടല്ല എല്ലാ വർഷവും സംഭവിക്കുന്നത്. പ്രകൃതിയിലെ ഒരു പ്രതിഭാസം മാത്രമാണ്. അതെവിടെ നടക്കുന്നതെന്നല്ലേ? ഈ പ്രതിഭാസം നടക്കുന്നതിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള സ്ഥലം സൗത്ത് കൊറിയയിലെ ജിൻഡോ ഐലൻഡാണ്. ജിൻഡോ ഐലൻഡിൻ്റെയും മോഡോ ഐലൻഡിൻ്റെ ഇടയിലുള്ള നദി രണ്ടായി മാറുകയും അവിടെ ഒരു വഴി തെളിഞ്ഞു വരികയും ചെയ്യുന്നു. അതിലേക്കൂടെ ആൾക്കാർക്ക് അപ്പുറത്ത് പോകാം ഇപ്പുറത്ത് പോകാം. പക്ഷേ ഇത് കുറച്ച് നേരത്തേക്ക് മാത്രമേ ഉണ്ടാകത്തുള്ളൂ. കുറച്ച് മണിക്കൂറുകൾ കഴിയുമ്പോൾ തന്നെ അത് വീണ്ടും പഴയതുപോലെ ആകുകയും ആ വഴി മൂടപ്പെടുകയും ചെയ്യും. കേൾക്കുമ്പോൾ അത്ഭുതമായിട്ട് തോന്നുമെങ്കിലും ഇതവിടെ എല്ലാ വർഷവും നടക്കാറുള്ള സംഭവമാണ്. അവിടെയുള്ള ആൾക്കാർ ഇതിനെ ഒരു ഫെസ്റ്റിവലായിട്ട് തന്നെ കണക്കാക്കിയിട്ടുണ്ട്. ഇത് നടക്കുന്നത് സൗത്ത് കൊറിയയിലെ ജിൻഡോ ഐലൻഡിൽ മാത്രമല്ല. മൗണ്ട് സെയിൻറ്റ് മൈക്കിൾ ഫ്രാൻസ്, ബേ ഓഫ് ഫുണ്ടി കാനഡ, സെൻറ്റ് മൈക്കിൾസ് മൗണ്ട്, ഇങ്ങനെ പലയിടങ്ങളിൽ ഈ പ്രതിഭാസം നടക്കാറുണ്ട്. പണ്ടുള്ള ആൾക്കാർ ഇതിനെ ഒരു അത്ഭുതമായിട്ടാണ് കണ്ടിരുന്നതെങ്കിൽ ഇപ്പം നമുക്കതിനെല്ലാം സയൻറ്റിഫിക് ആയിട്ടുള്ള റീസൺസും കാര്യങ്ങളും ഉണ്ട്. അപ്പം ജിൻഡോ ഐലൻഡിൽ പ്രതിഭാസം ഉണ്ടാകാൻ മെയിൻ കാരണം മൂണിൻ്റെ ഗ്രാവിറ്റിയാണ്. മൂണിൻ്റെ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് കാരണം നദി വലിക്കപ്പെടുകയും അവിടെ ഏറ്റവും പൊക്കമുള്ള സ്ഥലം, അതായത് സീബെഡ് എന്ന് പറയുന്ന സ്ഥലം തെളിഞ്ഞു വരികയാണ് ചെയ്യുന്നത്. അപ്പം അതൊരു വഴി പോലെ പ്രത്യക്ഷപ്പെടും. ജിൻഡോ ഐലൻഡിൻ്റെ ഈ പ്രതിഭാസത്തിൻ്റെ പുറയിലും കഥയുണ്ട്. പണ്ട് ഈ ജിൻഡോ ഐലൻഡിൽ ഒരുപാട് കടുവകളുണ്ടായിരുന്നു. അപ്പോൾ ഈ കടുവകളുടെ ശല്യം കൂടി വന്നപ്പോഴത്തേനും അവിടെയുള്ള ആൾക്കാർ അവിടുന്ന് നേരെ പലായനം ചെയ്ത് മോഡോ ഐലൻഡിലേക്ക് പോയി. ബിയോങ് എന്ന് പറയുന്ന ഒരു മുത്തശ്ശി മാത്രം തനിച്ചായി പോയി. അപ്പം പുള്ളിക്കാരത്തിക്ക് അപ്പുറത്ത് പോകാൻ വേറെ വഴിയൊന്നുമില്ല. പുള്ളിക്കാരത്തി എന്ത് ചെയ്യുന്നാൽ അവിടെ രാത്രി വന്നിട്ട് എല്ലാ ദിവസവും അവർ ദൈവത്തോട് പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ച് ഒരു ദിവസം ഈ കടൽ രണ്ടായിട്ട് ഈ മുത്തശ്ശി അതിലേക്കൂടെ നടന്ന് അപ്പുറം പോയ ശേഷം ഈ കടൽ പഴയ പോലെ മൂടി. ഇത് സത്യമായിട്ടുള്ള കഥയല്ല, അവരുടെ ഒരു ലെജൻഡായിട്ടുള്ളൊരു കഥയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, അഥവാ മോശ ചെങ്കടൽ രണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ, ഈ കഥ സത്യമാണെങ്കിൽ ഇതൊരു പ്രകൃതിയുടെ പ്രതിഭാസം മാത്രമാണ്, അല്ലാതെ ദൈവത്തിൻ്റെ അത്ഭുതമല്ല. അപ്പോൾ എല്ലാവരും വിചാരിക്കും കറക്റ്റ് ആ സമയത്ത് തന്നെ എങ്ങനെ പ്രകൃതിയിൽ ഈ ഒരു സംഭവം ഉണ്ടായി. ഒന്നാമത്തെ കാര്യം, ഇതൊരു ചരിത്രമല്ല, ഇത് ഒരു ബിയോങ് മുത്തശ്ശിയുടെ കഥ പോലെ ലെജൻഡ് തന്നെയാണ്. ഇതിന് നമുക്ക് ചരിത്രമായിട്ട് യാതൊരു രേഖകളും ഇല്ല. ആകെയുള്ളത് ബൈബിളിൽ എഴുതി വെച്ചേക്കുന്നത് മാത്രമാണ്. അതാണ് നമുക്ക് ചരിത്രമായിട്ട് എടുക്കാനും പറ്റത്തില്ല. പിന്നെ ഇങ്ങനൊരു സംഭവം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവർ വന്ന് ഈ ഒക്കെ ഉടനെ ആയിരിക്കുകയല്ല ഇത് ശരിക്കും നദി രണ്ടായിട്ടുണ്ടാകുക. ഫറവോ എന്തായാലും ഇവരെ തേടി പിടിച്ച് വരാൻ സമയമെടുക്കും. അപ്പോൾ ആ സമയത്ത് ഇവർ ചിലപ്പോൾ ഈ നദിക്കരയിലായിരിക്കും താമസിച്ചിട്ടുണ്ടാകുക. ചിലപ്പം ദിവസങ്ങളായിരിക്കും, ചിലപ്പോൾ മാസങ്ങളായിരിക്കും. അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് എപ്പോഴോ അവിടെ ഉണ്ടായ ഒരു പ്രകൃതിയിലെ പ്രതിഭാസം കാരണം ഇത് സംഭവിച്ചു. അതായത് കടൽ രണ്ടായി നീങ്ങി. പിന്നീട് ഇത് എഴുതിയ ആൾക്കാർക്ക് അറിയത്തില്ലല്ലോ ഇതിൻ്റെ റീസൺസ്, നമുക്കിന്ന് അറിയാവുന്ന പോലെ. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അതൊരു അത്ഭുതമാണ്. അപ്പോൾ അവർ അതിൻ്റെ റീസൺ തേടിയിട്ടുമില്ല. ആ സംഭവം നടക്കുന്നെങ്കിൽ നമ്മൾ അതിൻ്റെ സയൻറ്റിഫിക്കായിട്ടുള്ള റീസൺസ് കണ്ടുപിടിക്കും. അന്നുള്ള ആൾക്കാർക്ക് അത് പറ്റത്തില്ലായിരുന്നു. അവരെ സംബന്ധിച്ച് ഏറ്റവും എളുപ്പമുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പുറകിൽ ദൈവത്തെ ചേർക്കുക, അല്ലെങ്കിൽ ഇതൊരു അത്ഭുതമായിട്ട് കാണുക. ആ ഒരു കാലഘട്ടത്തിലൊക്കെ പ്രകൃതിയിൽ എന്ത് നടന്നാലും അത് മനുഷ്യർക്ക് ഒരു അത്ഭുതമായിട്ടേ തോന്നത്തുള്ളൂ. കാരണം അന്ന് നമുക്ക് ഇതിൻ്റെ ഒന്നും സയൻറ്റിഫിക്കായിട്ടുള്ള റീസൺസ് അറിയത്തില്ല. അത് അന്വേഷിച്ച് കണ്ടുപിടിക്കുന്നതിനേക്കാളും അന്നത്തെ മനുഷ്യർക്ക് എളുപ്പം ഇതൊരു കഥയാക്കുക, ഒരു ദൈവികമായിട്ടുള്ള കഥയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു രീതിയിലൊരു സ്റ്റോറി ആക്കി എടുക്കുന്നത് അവർക്ക് എളുപ്പമുള്ള കാര്യം. ഇപ്പോഴാണ് ഇത് സംഭവിക്കുന്നെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ അതിൻ്റെ സയൻറ്റിഫിക്കായിട്ടുള്ള റീസൺസ് കണ്ടുപിടിക്കാൻ നോക്കും. അത് നമ്മൾ കണ്ടുപിടിക്കുകയും ചെയ്യും. പിന്നെ ഈ പ്രതിഭാസം മൂണിൻ്റെ ഗ്രാവിറ്റി കൊണ്ട് മാത്രമല്ല, ശക്തമായ കാറ്റ് കൊണ്ടും ഉണ്ടാകാം. അതായത് വിൻഡ് സെറ്റ് ഡൗൺ എന്ന് പറയുന്നൊരു പ്രതിഭാസം കൊണ്ടും ഈ ഒരു സംഭവം നടക്കാം. ശക്തമായ കാറ്റടിച്ച് നദി രണ്ടായി നീങ്ങുകയും അവിടെ ഒരു വഴി രൂപപ്പെടുകയും ചെയ്യാം. പണ്ടുള്ള ആൾക്കാർ അവരെ അത്ഭുതപ്പെടുത്തിയത് അവർക്ക് ഉത്തരവില്ലാത്തതായിട്ടുള്ള കാര്യങ്ങളും പ്രകൃതിയിൽ അവർ ഭയക്കുന്ന പ്രതിഭാസങ്ങളും എല്ലാം ദൈവത്തിൻ്റെ അത്ഭുതമായിട്ടോ ദൈവത്തിൻ്റെ കോപമായിട്ടോ ദൈവത്തിൻ്റെ അനുഗ്രഹമായിട്ടോ ഒക്കെയാണ് കണ്ടിരുന്നത്.
ക്രമേണ അത് മാറി നമ്മൾ ഓരോന്നിനും സയൻറ്റിഫിക്കായുള്ള റീസൺസ് കണ്ടുപിടിച്ചു. എന്തുകൊണ്ടാണ് ഇത് നടക്കുന്നത്, എങ്ങനെയാണ് ഇത് നടക്കുന്നത് എന്നുള്ളതെല്ലാം കണ്ടുപിടിച്ചു. ദുരന്തങ്ങളും കാലാവസ്ഥ മാറ്റങ്ങളും ഇടിമിന്നലും മഴയും ഒക്കെ ഒരു കാലത്ത് മനുഷ്യർക്ക് അത്ഭുതമായിരുന്നു, ഭയമായിരുന്നു, അതിനെ ആരാധിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇന്ന് അങ്ങനല്ല. ഇതിനെല്ലാത്തിനും ഓരോ റീസൺസ് ഉണ്ടെന്നും ഇതെല്ലാം എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്, എങ്ങനെയാണ് സംഭവിക്കുന്നത് നമ്മൾ പഠിച്ചു. അപ്പം നമുക്ക് മനസ്സിലായത് ദൈവികമല്ല, അത് ദൈവം ചെയ്യുന്നതല്ല, അത് പ്രകൃതിയിലെ ഒരു പ്രതിഭാസം മാത്രമാണ്. ഇവിടെ ബൈബിളിൽ മോശയാണെങ്കിൽ അങ്ങ് സൗത്ത് കൊറിയയിൽ അത് ബിയോങ് മുത്തശ്ശിയാണ്. അങ്ങനെ ഓരോ സ്ഥലത്തും ഓരോ ആൾക്കാർ, ഓരോ സ്റ്റോറികൾ. അത്ഭുതം എന്ന് പണ്ടുള്ള ആൾക്കാർ പറഞ്ഞ പല കാര്യങ്ങളും ഇന്ന് നമുക്ക് അത്ഭുതമല്ല. അതുപോലെ ഇന്ന് നമുക്ക് അത്ഭുതമായിട്ട് തോന്നുന്ന കാര്യങ്ങൾ കുറേ കഴിയുമ്പോൾ അന്നുള്ള ആൾക്കാർക്കും അത്ഭുതമല്ലാതാകും. അന്ന് ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾക്ക് ഇന്ന് നമുക്ക് ഉത്തരമുണ്ട്. അതുപോലെ ഇന്ന് ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾക്ക് നമുക്ക് കുറേ കാലം കഴിയുമ്പോൾ ഉത്തരം കിട്ടും. ദൈവം എന്ന് പറയുന്നത് ഒരു അവസാനത്തെ വാക്കാണ്. കാരണം എല്ലാം ദൈവം ഉണ്ടാക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അപ്പുറത്തോട്ട് അവർക്ക് വേറെ ചിന്തിക്കാനൊന്നുമില്ല. പക്ഷേ അങ്ങനെ ചിന്തിച്ചിട്ട് നമുക്ക് ഒന്നും നേടാനുമില്ല, മുന്നോട്ട് പോകാനും കഴിയത്തില്ല. നമ്മൾ ഇനിയും മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. ഈ ദൈവം എന്നുള്ള കോൺസെപ്റ്റ് ഒരു കാലത്ത് ഇല്ലാതാകുകയും ചെയ്യും. അന്നും മതങ്ങളുണ്ടാകത്തില്ല, ദൈവങ്ങളുണ്ടാകത്തില്ല. പക്ഷേ അന്നും കാണും മതം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മനുഷ്യനെ വേർതിരിച്ച് നിർത്താനായിട്ട്. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ഇതുവരെ കണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.